ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതി വരിക. നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്ലാസിക്കൽ സൈൻ ഓഫ് ഫിയോക്രോമോസൈറ്റോമ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. കറക്റ്റ് ആൻസർ മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറ്റ് വാട്ട് ടൈം ഓഫ് ദ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ഷുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ദ ഗ്രേറ്റസ്റ്റ് ഫീറ്റൽ വെയിറ്റ് ഗെയിൻ? ഏത് സമയത്താണ് പ്രീനേറ്റൽ ഡെവലപ്മെന്റിൽ ഏത് സ്റ്റേജിലാണ് നേഴ്സ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫീറ്റൽ വെയിറ്റ് ഗെയിൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏത് സ്റ്റേജിലാണ്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തേർഡ് ട്രൈമസ്റ്റർ ആണ്. തേർഡ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ വെയിറ്റ് ഏറ്റവും കൂടുന്നത് ആ ഒരു സമയത്താണ്. അതായത് ആ ഒരു സമയം ആകുമ്പോഴേക്കും ഏകദേശം 2.3 കിലോഗ്രാം ആവറേജ് ഇന്ത്യൻ ചൈൽഡ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ 5 LB ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഫണ്ടൽ ഹൈറ്റ് നമ്മൾ നോക്കാറുണ്ട്. സാധാരണയായിട്ട് ഫണ്ടൽ ഹൈറ്റ് നോക്കുന്നത് ടോപ്പ് ഓഫ് ദ യൂട്രസ് മുതൽ പ്യൂബിക് ബോൺ വരെയുള്ള ലെങ്ത് ആണ്. ടോപ്പ് ഓഫ് ദ യൂട്രസ് മുതൽ പ്യൂബിക് ബോൺ വരെയുള്ള ലെങ്ത് ആണ് ഫണ്ടൽ ഹൈറ്റ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഓർഗൻ ഡെവലപ്മെന്റ് കൂടുതൽ നടക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഫീറ്റൽ വെയിറ്റ് തേർഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. അതായത് 5 വീക്സിന് ശേഷമാണ് ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഹാർട്ട്, ബ്രെയിന്, പാങ്ക്രിയാസ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഓർഗൻസ്, അതുപോലെ ഐ, ഇയർ, ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആ ഒരു രൂപം വരുന്നതൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫീറ്റൽ ബ്ലഡ് വെസൽ ഈസ് ദ ഓക്സിജൻ കണ്ടന്റ് ഹയസ്റ്റ്? ഓക്സിജൻ കണ്ടന്റ് ഹയസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽ ഫീറ്റൽ സ്റ്റേജിൽ ഏതാണെന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഡക്ടസ് വീനോസസ് ആണ്. ഡക്ടസ് വീനോസസ്. ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ എന്തായാലും കൊടുത്തേക്കാം. നിങ്ങൾ അത് വാച്ച് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടെ കാണണം. ഇൻ വിച്ച് ഫീറ്റൽ ബ്ലഡ് വെസൽ ഈസ് ദ ഓക്സിജൻ കണ്ടന്റ് ഈസ് ഹയസ്റ്റ്? ഡക്ടസ് വീനോസസിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് ഉള്ളത്. ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം പ്ലാസന്റ ടു ബൈപാസ് ലിവർ ടു ദ റൈറ്റ് ആട്രിയം. അതായത് പ്ലാസന്റയിൽ നിന്നും ഓക്സിജൻ റിച്ച് ബ്ലഡ് ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് റൈറ്റ് ആട്രിയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ കാണുന്ന ഒരു ഫീറ്റൽ ബ്ലഡ് വെസലാണ് ഡക്ടസ് വീനോസസ്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കൂടുതൽ പറയാത്തത്. ആഫ്റ്റർ ബർത്തിന് ശേഷം ഡക്ടസ് വീനോസസിനെ നമുക്ക് ലിഗമെന്റം വീനോസം എന്ന് വിളിക്കാം. ആഫ്റ്റർ ബർത്ത് ഡക്ടസ് വീനോസസ് ഈസ് കോൾഡ് ലിഗമെന്റം വീനോസം. അത് ചോദിക്കാം. ബർത്തിന് ശേഷം ലിഗമെന്റം വീനോസം അറിയപ്പെടുന്ന ഒരു ഫൈബ്രസ് റെമനന്റ് ആയിട്ട്, ആ ഒരു ഫൈബ്രസ് പാർട്ടായിട്ട് മാത്രമേ അവിടെ കാണുന്നുള്ളൂ, ഫൈബ്രസ് റെമനന്റ്. സോ ഇവിടെ ആഫ്റ്റർ ബർത്ത് ഈ ഒരു എന്താ പറയാ, ഡക്ടസ് വീനോസസ് ഫെയിൽസ് ടു ക്ലോസ് ആകാൻ ഫെയിൽ ആകുകയാണെങ്കിൽ കുഞ്ഞിന് ഹൈപ്പോക്സീമിയ, ഹൈപ്പർ അമോണിയ, ഹെപ്പറ്റിക് ഡിസ്ഫങ്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനിയുള്ളത് ഡക്ടസ് ആർട്ടീരിയോസസ് ആണ്. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഡക്ടസ് വീനോസസും ഡക്ടസ് ആർട്ടീരിയോസസും. അപ്പൊ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുമ്പോൾ അയോർട്ടയുടെയും പൾമണറി ആർട്ടറിയുടെയും ഇടയിലുള്ള ഒരു ഭാഗമാണ്. അതായത് ലങ്സിനെ ബൈപ്പാസ് ചെയ്യുകയാണ്. ഫീറ്റൽ സ്റ്റേജിൽ ലങ്സ് മച്യൂർ അല്ല, നമുക്ക് ഈ ലങ്സ് ഉപയോഗിക്കുന്നില്ല, ഫീറ്റൽ ലങ്സ്. അതുകൊണ്ട് തന്നെ ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ പോർഷൻ ബിറ്റ്വീൻ ദ അയോർട്ട ആൻഡ് പൾമണറി ആർട്ടറി. ഡക്ടസ് ആർട്ടീരിയോസസ് ഫീറ്റൽ ബ്ലഡ് വെസൽ ബിറ്റ്വീൻ ദ അയോർട്ട ആൻഡ് പൾമണറി ആർട്ടറി. അത് തമ്മിലുള്ള വ്യത്യാസം മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ക്ലയന്റ്സ് ലെഗ്സ് ആർ പ്ലേസ്ഡ് ഇൻ സ്റ്റിറപ്സ് ഫോർ ബർത്ത് ബോത്ത് ലെഗ്സ് ഷുഡ് ബി പൊസിഷൻഡ് സൈമൾട്ടേനിയസ്ലി ടു പ്രിവെന്റ്? കറക്റ്റ് ആൻസർ ട്രോമ ടു യൂട്രീൻ ലെഗമെന്റ്. യൂട്രീൻ ലെഗമെന്റിലേക്കുള്ള ട്രോമ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം. നമ്മുടെ ബർത്തിലുള്ള പൊസിഷൻ, അതായത് നമ്മൾ ലിത്തോട്ടമി പൊസിഷനിലാണ് ചൈൽഡ് ബർത്തിന് അല്ലെങ്കിൽ പെൽവിക് സർജറിക്കുള്ള പൊസിഷൻ ലിത്തോട്ടമി പൊസിഷൻ ആണ്. അതായത് ലൈയിങ് ബാക്ക്, ലെഗ്സ് ഫ്ലെക്സ്ഡ് 90 ഡിഗ്രി അറ്റ് യുവർ ഹിപ്സ്. ഹിപ്സിന്റെ ഭാഗത്ത് ലെഗ് 90 ഡിഗ്രി ആയിട്ട് ഫ്ലെക്സ് ചെയ്തിട്ട് ലൈയിങ് ബാക്ക്. അപ്പൊ ഈ ഒരു സ്റ്റിറപ്പ് എന്നുള്ളത് ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. നമ്മൾ ലേബർ റൂമിലൊക്കെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ, പണ്ടത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, സ്റ്റിറപ്പ് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. കാലിൽ ഇങ്ങനെ വച്ച് കെട്ടുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ഉണ്ട്. അതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും.
അപ്പൊ ആ ഒരു ഡിവൈസ് ആണ് സ്റ്റിറപ്പ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാല് സൈമിൾട്ടേനിയസ്ലി പൊസിഷൻ ചെയ്യുന്നത് ടു അവോയ്ഡ് ട്രോമ ടു യൂട്രൈൻ സെഗ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when checking a client's fundus on the second postpartum day, the nurse observes that the fundus is above the umbilicus and displaced to the right. The nurse evaluates that the client probably has. Correct answer, over distended bladder ആണ്. ഓവർ ഡിസ്റ്റൻഡഡ് ബ്ലാഡർ ആണെങ്കിലാണ് അങ്ങനെ വരുന്നത്. സാധാരണ ഫണ്ടസ് above the umbilicus and displaced to the right എന്നുള്ളത് ഓവർ ഡിസ്റ്റൻഡഡ് ബ്ലാഡർ ആയതുകൊണ്ടാണ്. ഫണ്ടൽ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. പ്യൂബിക് ബോൺ മുതൽ ടോപ്പ് ഓഫ് ദ യൂട്രസ് വരെയുള്ള അളവാണ്, സെന്റിമീറ്റർ അളക്കുന്നതാണ്. അപ്പൊ ഒരു 1 hour ആഫ്റ്റർ പോസ്റ്റ് ഡെലിവറി സാധാരണ ഈ ഒരു ഫണ്ടസ് കാണുന്നത് ഫേം അറ്റ് ലെവൽ ഓഫ് ദ അംബ്ലിക്കസ്. ലെവൽ ഓഫ് ദ അംബ്ലിക്കസിലാണ് 1 hour പോസ്റ്റ് ഡെലിവറി കാണുന്നത്. അതിനുശേഷം അത് മെല്ലെ ഡിസെൻഡ് ആയിട്ട് പെൽവിസിന്റെ പാർട്ടിലേക്ക് വന്നിട്ട് 14 days നോൺ പാൽപ്പബിൾ ആയിട്ട് മാറുന്നു. 1 hour ആഫ്റ്റർ പോസ്റ്റ് ഡെലിവറി ഈ ഒരു ഫണ്ടസ് ഫേം ആയിരിക്കും അറ്റ് ലെവൽ ഓഫ് അംബ്ലിക്കസ്. ദെൻ മെല്ലെ ഡിസെൻഡ് ചെയ്ത് താഴോട്ട് വന്നിട്ട് പെൽവിസ് പാർട്ടിലേക്ക് വന്നിട്ട് 14 days നോൺ പാൽപ്പബിൾ ആയിട്ട് മാറുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സൈഡ് ഇഫക്ട്സ് ഓഫ് ലോങ് ടൈം കോർട്ടിസോൺ തെറാപ്പി ഈസ്. കറക്റ്റ് ആൻസർ ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. സൈഡ് ഇഫക്ട്സ് ഓഫ് ലോങ് ടൈം കോർട്ടിസോൺ തെറാപ്പി ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് വിത്ത് കോർട്ടിക്കോസ്റ്റിറോയിഡ് ഡ്രഗ്സ് എന്തിനാണ്? സ്റ്റിറോയിഡ് ഡ്രഗ്സ് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സ്വെല്ലിങ് കുറയ്ക്കാൻ, പെയിൻ കുറയ്ക്കാൻ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സ്റ്റിറോയിഡ് ഡ്രഗ്സ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റി കുറയാറുണ്ട്. സാധാരണ അലർജി, ആർത്രൈറ്റിസ്, ബ്രീത്തിങ് പ്രോബ്ലം, ആസ്തമയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഓഫ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആർ ബെറ്റാമെത്തസോൺ, പ്രെഡ്നിസലോൺ, ഡെക്സാമെത്തസോൺ, ഹൈഡ്രോകോർട്ടിസോൺ. അതൊക്കെയാണ് ബെറ്റാമെത്തസോൺ, പ്രെഡ്നിസലോൺ, ഡെക്സാമെത്തസോൺ, ഹൈഡ്രോകോർട്ടിസോൺ. സാധാരണ നമ്മളൊരു അലർജി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഹൈഡ്രോകോർട്ടിസോൺ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nurse is caring a client who is receiving a unit of packed RBCs. Which of the following findings lead the nurse to suspect a transfusion reaction caused by incompatible blood? അപ്പോ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സസ്പെക്ട് ചെയ്യേണ്ട ഫൈൻഡിങ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബാക്ക് ഏക്ക് ആണ്. ലോവർ ബാക്ക് ഏക്ക് ഉണ്ടാകാറുണ്ട് സാധാരണ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ. ബാക്ക് ഏക്ക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് ബാക്ക് പെയിൻ, ചിൽസ്, ഫ്ലാങ്ക് പെയിൻ, ഫീവർ, അർട്ടിക്കാരിയ, ഇച്ചിങ്, ഹൈപ്പോടെൻഷൻ, റെഡ് യൂറിൻ, ദാറ്റ് ഈസ് ഹീമോഗ്ലോബിനൂറിയ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ചിൽസ്, ഫ്ലാങ്ക് പെയിൻ, ഫീവർ, അർട്ടിക്കാരിയ, ഇച്ചിങ്, റെഡ് യൂറിൻ, ദാറ്റ് ഈസ് ഹീമോഗ്ലോബിനൂറിയ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് നേഴ്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ദ ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ ആ ഒരു റിയാക്ഷൻ കണ്ട ഉടനെ ട്രാൻസ്ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. ദെൻ നമ്മളൊരു ന്യൂ IV ലൈന് ഇടുന്നതാണ് നല്ലത്. ആ ഒരു IV സെറ്റും കാനുലയൊക്കെ ഊരി റിമൂവ് ചെയ്തിട്ട് പുതിയൊരു IV ലൈൻ ഇട്ടിട്ട് നമ്മളൊരു IV ഫ്ലൂയിഡ് നോർമൽ സലൈൻ കൊടുക്കുക, ഇൻഫ്യൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു IV സെറ്റും കാനുലയും എല്ലാം നമുക്ക് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് വേണമെങ്കിൽ അയക്കാം. പല സ്ഥലത്തും പല പ്രൊസീജിയറാണ്. ബ്ലഡ് ബാങ്കിലേക്ക് അയച്ചിട്ട് ആ ഒരു കൾച്ചറൊക്കെ എടുക്കാറുണ്ട് സാധാരണ. അതുപോലെ ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യുക. പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ്, എസ്പെഷ്യലി റെസ്പിറേറ്ററി റേറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻ യങ് ചിൽഡ്രൻ? കറക്റ്റ് ആൻസർ പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് ആണ്. യങ് ചിൽഡ്രനിൽ മെനിഞ്ചൈറ്റിസ് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട സൈൻ ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അത് വൈറൽ ഉണ്ട്, ബാക്ടീരിയൽ ഉണ്ട്, ഫംഗൽ ഉണ്ട്. വൈറലാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫീവർ, ചിൽസ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, ഷിവർ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ട് സൈന് കാണുന്നത് ബ്രൂഡ്സിൻസ്കി സൈൻ, BRUDZINKI, ബ്രൂഡ്സിൻസ്കി സൈൻ. സിവിയർ നെക്ക് സ്റ്റിഫ്നെസ് കോസസ് എ പേഷ്യൻസ് ഹിപ്സ് ആൻഡ് നീസ് ടു ഫ്ലെക്സ് വെൻ നെക്ക് ഈസ് ഫ്ലെക്സ്ഡ്. നെക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ ആ ഒരു നെക്ക് സ്റ്റിഫ്നെസ് കൊണ്ട് കുഞ്ഞിന്റെ പേഷ്യന്റിന്റെ ഹിപ്സ് ആൻഡ് നീസ് ഫ്ലെക്സ്, ഓട്ടോമാറ്റിക്കലി നീ ഫ്ലെക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ബ്രൂഡ്സിൻസ്കി സൈൻ. അടുത്തത് കെർണിക് സൈൻ. കെർണിക് സൈൻ എന്ന് പറയുമ്പോൾ സിവിയർ സ്റ്റിഫ്നെസ് ഓഫ് ഹാംസ്ട്രിങ് കോസ് ഇന്നബിലിറ്റി ടു സ്ട്രൈറ്റൺ ലെഗ് വെൻ ഹിപ്പ് ഈസ് ഫ്ലെക്സ്ഡ് ടു 90 ഡിഗ്രി. ഹിപ്പ് ഫ്ലെക്സ് ചെയ്തിരിക്കുകയാണ്, 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്തിരിക്കുകയാണെങ്കിലും
നമ്മുടെ തൈയിലുള്ള പ്രധാന ഒരു മസിലാണ് ഹാംസ്ട്രിങ് മസിൽ. നമ്മുടെ നീയുടെയും ഹിപ്പിന്റെയും ഇടയിലായിട്ട് കാണുന്ന തൈയിലുള്ള പ്രധാനപ്പെട്ട മസിലാണ്. ഹാംസ്ട്രിങ് മസിൽ സ്റ്റിഫ് ആകുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കെർണിക് സൈൻ ആണ്. അപ്പൊ ഈ ഒരു ഹാംസ്ട്രിങ് മസിൽ സ്റ്റിഫ് ആയതുകൊണ്ട് ഇന്നബിലിറ്റി, ആ ഒരു കാല് നിവർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് കെർണിക് സൈൻ. ഇനി നക്കൽ റിജിഡിറ്റി കാണാറുണ്ട്. നക്കൽ റിജിഡിറ്റി, ഇന്നബിലിറ്റി ടു ഫ്ലെക്സ് ദ നെക്ക് ഫ്ലെക്സ് ഡ്യൂ ടു റിജിഡിറ്റി ഓഫ് നെക്ക് മസിൽസ്. നെക്ക് മസിൽസ് റിജിഡിറ്റി ഉള്ള കാരണം നെക്ക് ഫ്ലെക്ഷൻ ചെയ്യാത്ത അവസ്ഥയാണ് നെക്കൽ റിജിഡിറ്റി. ഈ ഒരു പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടറിയും വെയിനും ഒക്കെ കൊളാപ്സ് ആയി പോകും. അതുപോലെ ബ്ലഡ് പ്രഷർ കുറയും, ഓക്സിജൻ ടിഷ്യൂസിലുള്ള ഓക്സിജൻ കുറയും, ഹൈപ്പോടെൻഷനിലേക്ക് പേഷ്യന്റ് പോകും. അതുപോലെ ഗാംഗ്രീൻ, ഓർഗൻ ഫെയിലർ ഒക്കെ വരും. അതാണ് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ്. മെനിഞ്ചൈറ്റിസിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണ് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ്. എന്താണത്? കൊളാപ്സ്ഡ് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. നമ്മുടെ വെയിനും ആർട്ടറിയൊക്കെ കൊളാപ്സ് ആയി പോകുന്നു. ബ്ലഡ് പ്രഷർ കുറയും, ഓക്സിജൻ കുറയും, ഗാംഗ്രീൻ, ഓർഗൻ ഫെയിലിയർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്കോർ ഇൻ അബ്കാർ സ്കോറിംഗ് ഈസ്. മാക്സിമം സ്കോർ 10 ആണ്. 10 ആണ് മാക്സിമം സ്കോർ. മിനിമം സ്കോർ 0 to 3 ആണ്. 0 to 3 ആണ് മിനിമം സ്കോർ. മിനിമം സ്കോർ 0 തന്നെയാണ്. നമുക്കിവിടെ അബ്കാർ സ്കോറിനെ ആക്ടിവിറ്റി, പൾസ്, ഗ്രിമേസ്, അപ്പിയറൻസ്, റെസ്പിറേഷൻ അങ്ങനെ തിരിക്കാം. ആക്ടിവിറ്റി, പൾസ്, ഗ്രിമേസ്, അപ്പിയറൻസ്, റെസ്പിറേഷൻ. എക്സലന്റ് കണ്ടീഷൻ 7 to 10 മാർക്ക് ഉണ്ടെങ്കിൽ എക്സലന്റ് കണ്ടീഷൻ ആണ്. 4 to 6 ആണെങ്കിൽ മോഡറേറ്റ്ലി ഡിപ്രസ്ഡ് കണ്ടീഷൻ ആണ്. അപ്പൊ ഇവിടെയൊക്കെ വേണ്ടത് നമ്മൾ ആക്ടിവിറ്റി ആണെങ്കിൽ ആക്റ്റീവ് മൂവ്മെന്റ് ആണ് വേണ്ടത്. പൾസ് ഓവർ 100 per minute ആണ് വേണ്ടത്, ഓവർ 100 beats per minute. ഗ്രിമേസ് എന്ന് പറയുമ്പോൾ റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി ആണ്. ആക്റ്റീവ് മോഷൻ, സ്നീസ്, കഫ് ഒക്കെ ചെയ്യണം. ഗ്രിമേസ് പോസിറ്റീവ് ആണെങ്കിൽ സ്നീസ്, കഫ് വരണം. അപ്പിയറൻസ് കംപ്ലീറ്റ്ലി പിങ്ക് ആണ് വേണ്ടത്. കുഞ്ഞിന്റെ ബോഡി ഫുള്ള് പിങ്ക് ആണ് വേണ്ടത്. ബ്ലൂ ആണെങ്കിൽ 0 point ആണ്. റെസ്പിറേഷൻ വിഗറസ് ക്രൈ, നന്നായിട്ട് കരയണം കുഞ്ഞ്, എന്നാലേ റെസ്പിറേഷൻ ഓക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കരയുന്ന കുട്ടികൾക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യങ് child has coarctation of aorta. What should the nurse expect to identify when taking the vital signs? So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ആൻ elevated BP in the arm. ഈ coarctation of aorta എന്ന് പറയുമ്പോൾ എന്താണ്? അയോട്ട നാരോ ആയി പോകുന്ന കണ്ടീഷനാണ്. നാരോവിംഗ് ഓഫ് ദ അയോട്ട, എസ്പെഷ്യലി ഒരു കൺജനിറ്റൽ ഡിസീസ് ആണ്. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഹൈ BP വരുന്നു. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഹൈ BP, മസിൽ വീക്ക്നെസ്, നോസ് ബ്ലീഡ്, ചെസ്റ്റ് പെയിൻ, അതുപോലെ ഹാർട്ട് ഫെയിലിയറിലേക്കും ബ്രെയിൻ ഹെമറേജിലേക്കും ഷോക്കിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഹൈപ്പർ ടെൻഷനും മർമറുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ബി പി കുഞ്ഞുങ്ങളുടെ ആ ഒരു കൈയുടെ ഭാഗത്തേക്ക്, ആ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്, കൈയുടെ ഭാഗത്തേക്കുള്ള പോകുന്ന ആ ഒരു അയോട്ടയുടെ അവിടെ നാരോ ആകുന്നതുകൊണ്ട് അസെൻഡിങ് അയോട്ടയുണ്ട്, ഡിസെൻഡിങ് അയോട്ടയുണ്ട്. കോർട്ടേഷൻ ഓഫ് അയോട്ടയിൽ ഇവിടെ അസെൻഡിങ് അയോട്ടയിൽ പോകുന്ന ഈ ഒരു ബ്ലഡ് ഫ്ലോ നേരെ കൈയിലേക്കാണ് പോകുന്നത്. കയ്യില് ബ്രെയിനിലേക്കൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയ്യിലെ ബ്ലഡ് പ്രഷർ കുറയാനുള്ള കാരണം ഈ ഒരു കോയാക്ടേഷൻ കഴിഞ്ഞിട്ട് പോകുന്ന ബ്ലഡ് നമ്മുടെ കാലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് കാലിലെ BP കുറഞ്ഞിരിക്കുന്നത്. അപ്പം കൈയുടെ BP കൂടുകയും കാലിലെ BP കുറഞ്ഞിരിക്കുകയും, കാലിലെ BP മാത്രമല്ല കാലിലെ ചിലപ്പം പൾസ്, നമ്മുടെ പെഡൽ പൾസുകളൊന്നും കിട്ടത്തില്ല. ആബ്സെൻസ് ഓഫ് പൾസസ് ഇൻ ലെഗ് സീൻ ഇൻ കോയാക്ടേഷൻ ഓഫ് അയോട്ട. കാരണം ആ കോയാക്ടേഷൻ വരുന്നത്, ആ നാരോവിങ് വരുന്നത് ആ ഒരു അയോട്ടയുടെ ആ ഭാഗത്താണ്. അപ്പം മുകളിലേക്കുള്ള ബ്ലഡ് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന ഭാഗത്താണ് അവിടെ കോയാക്ടേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ താഴോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പൾസ് റേറ്റും BP ഒക്കെ കൂടുതലായിരിക്കും, കാലില് കുറവായിരിക്കും. സോ BP ഇൻ ദ ലെഗ്സ് ലോവർ ഇൻ ദ ഹയർ ഇൻ ദ ആംസ് ആൻഡ് ലെഗില് കുറവായിരിക്കും. അതുപോലെ ഈ പേഷ്യന്റിന് കാലൊക്കെ പെയിലായിട്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ, ആമില് കൂടുതൽ BP വരും. റൈറ്റ് ഫ്രണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ECGയിൽ വരാറുണ്ട്. പൾമണറി എഡിമ, എക്സ്റേ എടുത്താൽ പൾമണറി എഡിമ ഉണ്ടാകും. മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ പ്രോസ്റ്റോഗ്ലാൻഡിൻ PGE1 ഇൻഫ്യൂഷൻ ആണ്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഫ്യൂഷൻ ആണ് കൊടുക്കാറുള്ളത്. കാരണം ഈ ഒരു അയോട്ട ആ ഒരു ഡയലേഷൻ ചെയ്യുന്ന മെഡിസിൻ ആണിത്. ആർട്ടറി ഡയലേഷൻ ചെയ്യുന്ന മെഡിസിൻ ആണ് പ്രോസ്റ്റോഗ്ലാൻഡിൻ. അതുകൊണ്ട് ഇത് ഡയലേഷൻ ചെയ്യാനാണ് തുടക്കത്തിലൊക്കെ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കും.
ഇത് മിക്കവാറും ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. ലാസ്റ്റ് കേസിലേക്ക് പോകുമ്പോൾ സർജറി ചെയ്യാറുണ്ട്. സാധാരണ സർജിക്കൽ മാനേജ്മെന്റും പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഫ്യൂഷൻ ആണ് കൊടുക്കാറുള്ളത്. ഡോപ്പാമിൻ, ഡോബുട്ടാമിൻ തുടങ്ങിയ മെഷേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ലോ ബി പി വരുമ്പോൾ കൊടുക്കാറുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an increase in CVP is seen in ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് റീനൽ ഫെയിലിയറിലാണ്. സെൻട്രൽ വീനസ് പ്രഷർ കൂടുന്നത് റീനൽ ഫെയിലിയറിലാണ്. അതുപോലെ ഹൈപ്പോവോളീമിയയിൽ ഈ CVP കുറയാറുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ബ്ലഡ് ശരീരത്തിൽ കുറവാണ്, അതുകൊണ്ടാണ് CVP കുറയുന്നത്. സർക്കുലേറ്ററി വോളിയം കൂടുമ്പോൾ CVP കൂടും, കുറയുമ്പോൾ CVP കുറയും. അതുകൊണ്ടാണ് ഡീഹൈഡ്രേഷനിൽ കുറയുന്നത്, ഓവർ ഹൈഡ്രേഷനിൽ കൂടുന്നത്. അങ്ങനെ ഓർത്ത് വെക്കുക. കാർഡിയക് താമോണൈഡിൽ കൂടും, കാരണം അവിടെ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്. പൾമോണറി ഹൈപ്പർടെൻഷനിൽ കൂടും, അങ്ങനെ എഡിമയുള്ള കണ്ടീഷനൊക്കെ കൂടും. അതുകൊണ്ടാണ് റിനൽ ഫെയിലിയറിൽ കൂടുതലാന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറയുന്നേ ഉള്ളൂ. സ്ട്രോബെറി ടങ് ഈസ് എ സൈൻ ഓഫ്. കറക്റ്റ് ആൻസർ സ്കാർലെറ്റ് ഫീവർ ആണ്. സ്കാർലെറ്റ് ഫീവറിലാണ് ചുമന്ന നാക്ക് കാണുന്നത്. സ്ട്രോബെറി ടങ്, ചുമന്ന സ്ട്രോബെറി പോലെയുള്ള നാക്ക് കാണുന്നത്. സ്കാർലെറ്റ് ഫീവറിലും കാവസാക്കി ഡിസീസിലും കാണാറുണ്ട്. ഏതൊക്കെയാണ്? സ്കാർലെറ്റ് ഫീവറിലും കാവസാക്കി ഡിസീസിലും. അടുത്ത ക്വസ്റ്റ്യൻ, കോമൺ സിംറ്റം ഓഫ് സാലിസിലേറ്റ് ടോക്സിസിറ്റി. സാലിസിലേറ്റ് ടോക്സിസിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റം ആണ് ടിനിറ്റസ്. ടിനിറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിംഗിങ് നോയിസ് ഇൻ ഇയേഴ്സ്. ചെവിയിൽ ഇങ്ങനെ റിംഗിങ് നോയിസ് കേൾക്കുന്നതാണ് ടിനിറ്റസ്. സാലിസിലേറ്റ് ടോക്സിസിറ്റിയിൽ കാണാറുണ്ട്. ഈ സാലിസിലേറ്റ് എന്നുള്ളത് നമ്മുടെ മെഡിസിൻസിലൊക്കെ കാണുന്ന ഒരു ഏജന്റ് ആണ്. മെയിൻ ആയിട്ട് ഓവർ ദ കൗണ്ടർ മെഡിസിൻ, OTC ഡ്രഗ്സ്, ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്. അതായത് നമുക്ക് വെളിയിൽ നിന്നൊക്കെ ചോദിച്ച് മേടിക്കാം. പാരസെറ്റമോള്, കാർപോള്, സിട്രിസിൻ, ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിക്കാൻ കഴിയുന്ന ഡ്രഗ്സ് ആണ്. അങ്ങനത്തെ ഡ്രഗ്സ് ആണ് OTC, ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ്. പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ഡോക്ടേഴ്സ് എഴുതുന്ന ഡ്രഗ്സ് ആണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. അപ്പൊ ഇതൊരു അനാൾജസിക്സ് ഒക്കെ ആയിട്ട് സാലിസിലേറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ടോക്സിസിറ്റി വരുമ്പോൾ നോസിയ, വോമിറ്റിംഗ്, ടിനിറ്റസ്, ഫീവർ, കൺഫ്യൂഷൻ, സീഷേഴ്സ്, ടിനിറ്റസ്, ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ എക്സാം എഴുതുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇനി ഇതുപോലെയുള്ള ദിവസങ്ങൾ, ഒന്നരാടം ദിവസങ്ങൾ, ഒരു ദിവസം ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അടുത്ത ദിവസം സോന്തേഴ്സിലെയും നമ്മുടെ ടാർഗറ്റ് കയ്യിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ, അടുത്ത ദിവസം ഡിസ്കഷൻ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.